ഹായ് എവ്രിബഡി, നെയിംഡ് റിയാക്ഷനിലെ ബെൻസിലിക് ആസിഡ് റീഅറേഞ്ച്മെൻ്റ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നെയിംഡ് റിയാക്ഷനാണ് ബെൻസിലിക് ആസിഡ് റീഅറേഞ്ച്മെൻറ്റ്. സ്കീം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു 1,2 ഡൈക്കീറ്റോൺ, ഇവിടെ എഴുതിയതുപോലെ ഒരു 1,2 ഡൈക്കീറ്റോൺ, രണ്ടും എന്താണ്? കീറ്റോൺ ഗ്രൂപ്പാണ് അല്ലേ. ഒരു 1,2 ഡൈക്കീറ്റോൺ ആൽഫ ഹൈഡ്രോക്സി, ഇതാണ് നമ്മുടെ കാർബോക്സിലിക് ആസിഡ്. വിത്ത് റെസ്പെക്ട് ടു ദിസ്, ഇത് എന്ത് കാർബണാണ്? ആൽഫ കാർബണാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ദിസ് ഇസ് ആൽഫ ഹൈഡ്രോക്സി കാർബോക്സിലിക് ആസിഡായി മാറുന്ന പെർട്ടിക്കുലർ റിയാക്ഷനെയാണ് ബെൻസിലിക് ആസിഡ് റീഅറേഞ്ച്മെൻറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ടത്, ഇവിടെ ഈ എടുത്തിരിക്കുന്ന 1,2 ഡൈക്കീറ്റോണിൽ ആൽഫ ഹൈഡ്രജൻ്റെ പ്രസൻസ് ഉണ്ടാകരുത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇതേപോലെയുള്ള ഒരു റിയാക്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ലെറ്റ്സ് സേ ഇങ്ങനെ പറയുകയാണെങ്കിൽ CH3CHO, ആൽഡിഹൈഡോ കീറ്റോണോ നിങ്ങൾക്ക് എടുക്കാം. OH- പ്രസൻസിൽ, അതായത് ഒരു ബേസിക് മീഡിയത്തിൻ്റെ പ്രസൻസിൽ എന്ത് റിയാക്ഷൻ കാണിക്കുമെന്ന് നിങ്ങൾക്കറിയാം. ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ ഹാപ്പൺ ചെയ്യും എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. അതായത് ഈ ആൽഡോൾ കണ്ടൻസേഷൻ്റെ കോമ്പറ്റീഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന കീറ്റോണിൽ ആൽഫ ഹൈഡ്രജൻ്റെ പ്രസൻസ് നമ്മൾ ഒഴിവാക്കുന്നു. അതായത് നിങ്ങൾ എടുത്തിരിക്കുന്ന 1,2 ഡൈക്കീറ്റോണിൽ എന്തുണ്ടാവാൻ പാടില്ല? ആൽഫ ഹൈഡ്രജൻ ഷുഡ് നോട്ട് ബി പ്രസൻറ്റ്. ഇനി ഇതിൻ്റെ മെക്കാനിസത്തിലേക്ക് വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷോർട്ട് കട്ട് വഴി എങ്ങനെ ഇതിൻ്റെ പ്രൊഡക്റ്റ് പെട്ടെന്ന് എഴുതാം എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. മെക്കാനിസം വളരെ സിമ്പിളാണ്. നോക്കൂ, ആദ്യമായിട്ട് ബേസിക് മീഡിയം OH- അല്ലേ. ഈ OH- വന്നിട്ട് 1,2 ഡൈക്കീറ്റോണിൽ പോയിട്ട് അറ്റാക്ക് ചെയ്യുന്നു. ഒരു കീറ്റോൺ ഗ്രൂപ്പിൽ പോയിട്ട് അറ്റാക്ക് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ഇവിടെ എന്ത് ചെയ്യുന്നു? O- ആവുന്നു. ഇവിടെ OH വന്ന് അറ്റാച്ച് ചെയ്യുന്നു അല്ലേ. OH വന്ന് അറ്റാച്ച് ചെയ്യുന്നു. R ഗ്രൂപ്പ് അതേപോലെയുണ്ട്. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു റീ അറേഞ്ച്മെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ മൈഗ്രേഷൻ സംഭവിക്കുന്നു. വാട്ട് ഹാപ്പൻസ്? ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ മൈഗ്രേഷൻ സംഭവിക്കുന്നു. ഇയാൾ പോയിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? അറ്റാക്ക് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ഇതെന്താവുന്നു? O- ആവുന്നു. ഓൾറൈറ്റ്. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് ഇവിടുന്ന് ഈ O- എന്ത് ചെയ്യുന്നു? ഇവിടെ ഡബിൾ ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതുപോലെയുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് ഇവിടെ ഉണ്ടാകുന്നു. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെയുള്ള ഈ പ്രോട്ടോൺ ട്രാൻസ്ഫർ ആണ്. ഈ H എന്ത് ഇവിടത്തേക്ക് വന്ന് ഇതേപോലെ ഒരു കാർബോക്സിലേറ്റ് ആനയോൺ ഉണ്ടാകുന്നു. ഇനി H+ അബ്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് ഇവിടെ എന്ത് സംഭവിക്കുന്നു? ആൽഫ ഹൈഡ്രോക്സി കാർബോക്സിലിക് ആസിഡ് ഉണ്ടാകുന്നു. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രോട്ടോൺ ട്രാൻസ്ഫർ നടക്കുന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് റെസണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ് അല്ലേ. ദിസ് ഇസ് റെസണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. അതുകൊണ്ടാണ് പ്രോട്ടോൺ ട്രാൻസ്ഫർ നടക്കുന്നത്. അതായത് നിങ്ങൾക്ക് മെക്കാനിസം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇങ്ങനെയല്ലേ കിട്ടിയിരിക്കുന്നത്? ഒരു 1,2 ഡൈക്കീറ്റോൺ എന്ത് ചെയ്യുന്നു? 1,2 ഡൈക്കീറ്റോൺ കൺവേർട്ട് ടു ആൽഫ ഹൈഡ്രോക്സി കാർബോക്സിലിക് ആസിഡ്. ആൽഫ ഹൈഡ്രോക്സി കാർബോക്സിലിക് ആസിഡ്. അപ്പോൾ നിങ്ങളിത് പ്രൊഡക്റ്റ് എഴുതാൻ നിങ്ങൾക്ക് ഇത്ര മാത്രം ആലോചിക്കുക. ഇവിടെ 2 കാർബൺ ആണുള്ളത് അല്ലേ. 1, 2 എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എഴുതാം. കീറ്റോൺ എത്ര എണ്ണമാണ്? 2 എണ്ണമാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ പ്രൊഡക്റ്റ് എഴുതുമ്പോൾ ഒരു കാർബണിൽ നിങ്ങൾ എന്ത് ചെയ്യുക? COOH അറ്റാച്ച് ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ കാർബണിൽ നിങ്ങൾ എല്ലാ ആൽക്കൈൽ ഗ്രൂപ്പും, അതായത് R-ഉം R' പിന്നെന്തും ഒരു OH എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക നിങ്ങളുടെ പ്രൊഡക്റ്റായി. അതായത് നമ്മളുടെ ബെൻസിലിക് ആസിഡ് റീഅറേഞ്ച്മെൻ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ മോളിക്യൂളിനെയാണ് മക്കളെ ബെൻസിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് OH- പ്രസൻസിൽ നോക്കൂ, ആൽഫ ഹൈഡ്രജൻ ഉണ്ടോ? നോ, ദർ ഇസ് നോ ആൽഫ ഹൈഡ്രജൻ. അപ്പോൾ എന്ത് റീഅറേഞ്ച്മെൻ്റ് ആണ് നടക്കുക? ബെൻസിലിക് ആസിഡ് റീഅറേഞ്ച്മെൻ്റ് ആണ്. നോക്കൂ, ഇവിടെ എന്ത് സംഭവിക്കും? ഞാൻ പറഞ്ഞതുപോലെ ഒരു കാർബണിൽ COOH എഴുതുക. രണ്ടാമത്തെ കാർബണിൽ എന്തൊക്കെയാണ്? 2 സബ്സ്റ്റിറ്റ്യൂവൻറ്റും, 2 പേരും ഇവിടെ സിമിലർ ആണ്. അപ്പോൾ എന്ത് എഴുതാം? PH എന്ന് എഴുതാം. പ്ലസ് ഇവിടെ എന്തും വരും? OH വരും. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? ബെൻസിലിക് ആസിഡ് എന്ന് വിളിക്കുന്നത്. ദിസ് ഇസ് കോൾഡ് ബെൻസിലിക് ആസിഡ്. സോ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.